പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിന് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. നാളെ ജന്തർ മന്ദിറിൽ നടക്കാനിരിക്കുന്ന പരിപാടിക്കാണ് അനുമതി നിഷേധിച്ചത്. പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് സംഘാടകർ അറിയിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുന്നു, പക്ഷേ മുന്നോട്ട് എന്നുള്ളതാണ് സംഘാടകരുടെ നിലപാട്. വിവരങ്ങൾ എന്താണ്? അനുജ, റഫേലെ കൂട്ടക്കൊലയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തിനാണ് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. പലസ്തീൻ ഐക്യദാർഢ്യ സദസ് എന്ന പേരിലാണ് നാളെ രാവിലെ 10:00 ജന്തർ മന്ദിറിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ സംഘാടകർ തീരുമാനിച്ചത്. ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി എന്ന സംഘടനയാണ് ഈ ഒരു പരിപാടി നിശ്ചയിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സീതാറാം യെച്ചൂരി, അതോടൊപ്പം തന്നെ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ സംഘാടകർ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും നാളെ 10:30 ജന്തർ മന്ദിറിൽ പരിപാടിക്ക് പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ നേരത്തെയും ഇത്തരത്തിൽ അനുമതി ഡൽഹി പോലീസ് നിഷേധിച്ചിരുന്നു. എന്നാൽ പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ സംഘാടകർ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. സ്വാഭാവികമായിട്ടും നാളെ 10:30 ജന്തർ മന്ദിറിൽ ഈ പരിപാടി മുന്നോട്ട് പോകുമെന്ന് സംഘാടകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ ആണ് ഈ പരിപാടി ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ജന്തർ മന്ദിറിൽ നടക്കാനിരിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിക്ക് പോലീസ് അനുമതി നിഷേധിച്ചു, പക്ഷേ പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് സംഘാടകർ അറിയിച്ചത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.